നമ്മളൊരു അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉണ്ട്, ചേന, കായ, ക്യാരറ്റ്, ബീൻസ്, പയർ, കൊത്തമര, മുരിങ്ങക്കായ. ഏതെങ്കിലും 2 പ്രാവശ്യം പറഞ്ഞു, എനിക്കറിയില്ല. ഇത്രയും സാധനങ്ങളാണ്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നല്ല ചീനമുളകാണ്, പിന്നെ തൈര്, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ അരവിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് നാളികേരം, പിന്നെ ചെറിയ ഉള്ളി. ഇനി ജീരകം ഇതിലേക്ക് ഇടണം, എന്നിട്ട് വേണം അരയ്ക്കാൻ. ഇത് പിന്നെ ഉപ്പ് പിന്നെ പറയണ്ടല്ലോ, ഉപ്പില്ലാത്ത കഞ്ഞിയുണ്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഈ ചീനമുളകിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് നമുക്ക് ഈ ചതച്ച് വെച്ച ചീനമുളക് എങ്ങനെ ചതയ്ക്കേണ്ട കേട്ടോ, അതല്ലാണ്ട് അരയൊന്നും ചെയ്യരുത്. ഈ ചതച്ച് വെച്ച ചീനമുളകിനെ നമുക്ക് ഇതിലോട്ടിടാം. അപ്പം നല്ലൊരു കാരം വരും, ചുമയൊക്കെ വരും. അതാ കറിവേപ്പിൻ്റെ ഇല, പിന്നെ മഞ്ഞൾപ്പൊടി. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചോയൊക്കെ മാറാൻ വേണ്ടി അതും നമുക്ക് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഈ കഷ്ണങ്ങൾ കഴുകി വെച്ചിട്ടുള്ള കേട്ടോ ഇത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം, എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ എത്തണം. അപ്പോൾ ഒരു സാധനം കൂടി ഇടണം, ഉപ്പും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉപ്പിനനുസരിച്ച്, ഓരോരുത്തർക്ക് കുറച്ചേ വേണ്ടി വരുള്ളൂ. എന്നാലും ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്, നോക്കിയിട്ട് ബാക്കി ഇടാം. കട്ടിയായ കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒക്കെ പുറത്തേക്കാണ് പോകുന്നത്, ഒന്ന് വാടണം. വാടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി. ആയിട്ട് ആ സാധനങ്ങളൊന്ന് വെള്ളമൊത്തൊന്നും ആയതിന് ശേഷം നമുക്കിതാ ഞാൻ ആ ചീനമുളക് ചതച്ച് വെച്ചതിൽ വെള്ളം ഒഴിച്ചിട്ട് എടുത്തതാണ്. ചീനമുളക് ചതച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താണ്. അപ്പോൾ ആ എരിവ് ഇതിൽ തന്നെ പിടിക്കൂല, അത് ഇതിലൊഴിക്കാം. എന്നിട്ട് കഷ്ടം പൊട്ടിച്ച് പോകും. എന്നിട്ടിത് നമുക്കിങ്ങനെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി ഇതാവുമ്പോഴേക്കും നമുക്ക് ഇത് ഒന്ന് മിക്സിയിലിട്ട് ചതച്ചിട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 7 അല്ലി ചെറിയ ഉള്ളി, അതിലേക്ക് ഇതാ ഒരു കുറച്ച് ജീരകം ഇടും. എന്നിട്ട് ഈ തൈരും ഒഴിച്ച് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ചതച്ചിട്ട് വരാം. തുറന്ന് നോക്കണം, ചട്ടിയിലൊക്കെ ആകുമ്പോൾ വേഗം വെള്ളം വറ്റും. നമുക്കിത് കഷ്ണം ഒന്ന് വേവ് വേണ്ട, ഉടയാനും പാടില്ല. അപ്പം അരവ് ഇതെങ്ങനെ ഒന്ന് ഇതായിട്ടുള്ളൂ. അത് തൈരൊഴിച്ച് അരച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഇതായിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിളക്കിയ കയ്യിലുണ്ടും ആയാറുണ്ട് മഞ്ഞ കളർ. നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യത്തിന് വെന്തിരിക്കണം കേട്ടോ. എന്താ
മുരിങ്ങക്കായൊക്കെ ഉടയാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. തീ വളരെ കുറവായതുകൊണ്ട് അത്യാവശ്യത്തിനത് വെന്ത് ഓക്കെ എടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പുണ്ടോ എന്നുള്ളത്. നമുക്കിതൊന്ന് നാളികേരം വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നമ്മൾ ഗ്യാസുമ്മിലൊക്കെ ചട്ടി വെച്ച് ഉണ്ടാക്കണേക്കാട്ടിയും ബെറ്ററാണ് ഇങ്ങനെ തീയെ അടുപ്പത്ത് വെക്കുന്നത്. അടുപ്പത്ത് വെക്കുമ്പോൾ കറക്റ്റ് എല്ലാ സൈഡിൽ നിന്നും ചൂട് വരുമ്പോൾ, പിന്നെ ചട്ടിയിലും കൂടി ആകുമ്പോൾ പറയണ്ട, സൂപ്പർ ടേസ്റ്റാണ്. ഒന്നും കൂടി ഇളക്കാം, ഒന്നും കൂടി അടച്ച് വെക്കാം. ഇളക്കല്ല, ഒന്നും കൂടി അടച്ച് വെക്കാം. നമുക്ക് ഒന്ന് ഒതുക്കിയിട്ട് നാളികേരം ചേർത്തിട്ട് കുറേയൊന്നും അടുപ്പത്ത് വെക്കില്ല. അപ്പം ഞാൻ ആ മഞ്ഞ കളറ് ഇതിലേക്കൊക്കെ നാവും വേണം, നാളികേരം ഒന്നും കൂടി വേവണ്ടേ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ചങ്ങോട്ട് ഒഴിച്ച് ഇത് അടച്ച് വെച്ച് നമുക്ക് അടുക്കള. ഓക്കെ, അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇരിക്കണ നേരത്ത് തുറന്നു കഴിഞ്ഞാൽ അതിലത്തെ ആ വെളിച്ചെണ്ണയുടെ മണോ. അപ്പോൾ അത് നമുക്ക് ഇനി അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതിങ്ങോട്ട് തുറക്കുമ്പോൾ നല്ല സൂപ്പർ മണമാണ്. കണ്ടോ, നമ്മുടെ അവിയൽ കണ്ടോ റെഡി ആയിരിക്കുന്നു. കണ്ടോ നല്ല പാകമായിട്ട്. ഇനി മഞ്ഞ കളർ കൂടുതൽ വേണമെന്നുള്ളവർ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇത്ര മഞ്ഞ കളർ മതിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി കുറച്ചത്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.